നിന്റെ ഇവിടെ എന്തെങ്കിലും ജോലി ഒഴിവുണ്ടോ? ഇവിടെ ഇപ്പം ഹെൽപ്പറും ബില്ലിങ്ങും അങ്ങനത്തെ കുറച്ച് വർക്കൊക്കെ ഉള്ളൂ. അത് ആൾക്കൊക്കെ ആവും. ആ മതി മതി, നിന്റെ അടുത്തല്ലേ. ജോലിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, പക്ഷെ അവനൊരു വള്ളിയാകരുത്. എടാ ശ്യാമേ, എടാ നിന്നെപ്പറ്റി നല്ല കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ ബോസേ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സായിട്ട് നീ എന്തോ ഫ്ലേട്ടിങ്ങോ എന്തോ പരിപാടിയാണെന്നൊക്കെ. അശ്ശോ, ആരാണ് ബോസിനോട് ഇതൊക്കെ പറഞ്ഞു തരുന്നേ? കാണാൻ അല്പം സൗന്ദര്യമുള്ളതുകൊണ്ട് ഇവിടെ വരുന്ന പെൺപിള്ളേർ കുറച്ച് അരഞ്ഞിട്ട് സംസാരിച്ചിരിക്കാറുണ്ട്. അതിന്റെ കൽപ്പിലവന്മാർ പറഞ്ഞാണ്. എടാ നീയൊക്കെ കൂടി ഈ കട പൂട്ടിക്കോ? ചേട്ടാ, ഓ തൻ്റെ ജോയിനിങ് ഡേറ്റ് ആണല്ലേ? കാര്യങ്ങളൊക്കെ ശ്യാം പറഞ്ഞു തരും. കാര്യങ്ങൾ മാത്രം ശ്യാം പറഞ്ഞു തരും കേട്ടോ. ബോസേ, പണി പാളിയല്ലോ. എന്തു പറ്റി? ആ പുതിയ കൊച്ചില്ലേ, ആള് വഴിക്കാണ്. എന്നിട്ട് അവക്കെന്തെങ്കിലും പറ്റിയോ? കയ്യിക്ക് എന്തോ പറ്റിണ്ടോന്നാണ്, അതും പിടിച്ച് ഒരേ കരച്ചിലാ. ശരി, ഞാനിപ്പോൾ വരാം. നിങ്ങൾക്ക് എന്നെ കൊണ്ടാകെ ബുദ്ധിമുട്ടായല്ലേ? എടോ ഇതൊക്കെ ഭയങ്കര നോർമലല്ലേ? താനത് ചില്ലായിട്ടെടുത്തേ. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെ. ഞാൻ എന്തൊക്കെ ചെയ്താലും അത് എങ്ങനെയെങ്കിലൊക്കെ കൊളാവും. ചില സമയത്ത് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. എൻ്റെ പൊന്നു മോളെ, നീ ഇതുപോലൊക്കെ ചിന്തിച്ചാൽ നിന്റെ ജീവിതം എന്തേ ഇതുപോലൊക്കെ ആകത്തുള്ളൂ. അതായത് കൂട്ടാ, നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സൂപ്പറായിരിക്കും. ഇനിയിപ്പോൾ സൂപ്പറല്ല തന്നെ നീ സൂപ്പറാക്കും. ഏത് കിട്ടിയാ? ഞാനവളെ എബ്രോഡ് പോകാൻ വേണ്ടി ഫിനാൻഷ്യലും ഹെൽപ്പ് ചെയ്താലോ? എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ബോസിന് ആ കുട്ടീനെ ഇഷ്ടാണല്ലേ? പോയെ പോയെ. അതെ, നമുക്ക് ഈ GP എഡ്യൂക്കേഷൻ വരുന്ന പോയാലോ? ഗ്ലോബലി 70 ബ്രാഞ്ചസ് ഉള്ളൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയാണ്. ചേട്ടനറിയോ അവരെ? എൻ്റെ കുറേ ഫ്രണ്ട്സ് GB ത്രൂ ആണ് എബ്രോഡ് പോയി പഠിച്ചത്. അപർണ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണല്ലോ. സോ ജർമ്മനി നോക്കാം. ജർമ്മനിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും 30 to 50% വരെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ UK ആണെങ്കിലോ? UK ആണെങ്കിലും ധാരാളം സ്കോളർഷിപ്സ് ഉണ്ട്. ലാസ്റ്റ് ഇയർ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഗ്രേറ്റ് സ്കോളർഷിപ്പ് കിട്ടിയ ഇന്ത്യയിലെ ചുരുക്കം വിദ്യാർത്ഥികളിൽ 2 പേര് GB എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. എന്നെ എന്തിനാ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല, താൻ എൻ്റെ ഫ്രണ്ടല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടും എന്നെ ഇത്ര ഹെൽപ്പ് ചെയ്തിട്ടില്ല.